വെനിസ്വേലയ്ക്ക് മേലുള്ള അമേരിക്കയുടെ കടന്നുകയറ്റത്തിന് വലിയ തോതിലാണ് ലോകമെമ്പാടും പ്രതിഷേധങ്ങൾ ഉയരുന്നത്. ഇന്ത്യയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് ഇടതു പാർട്ടികൾ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർത്തിക്കാൻ ഡൽഹി ജന്തർ മന്ദറിലാണ് വലിയ പ്രതിഷേധം ഉയർത്തുന്നത്. CPM, CPI, ഫോർവേഡ് ബ്ലോക്ക് അടക്കമുള്ള പാർട്ടികളാണ് വലിയ പ്രതിഷേധവുമായി ഡൽഹി ജന്തർ മന്ദറിൽ ഇപ്പോൾ പ്രതിഷേധ മുഖം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മളോടിപ്പോൾ ഈ വിഷയമായി പ്രതികരിക്കാൻ ഫോർവേഡ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ദേവരാജൻ നമ്മളൊപ്പം ചേരുകയാണ്. എന്താണ് നിങ്ങളുടെ ആവശ്യം? എന്താണ് അമേരിക്കയുടെ നടപടിക്കെതിരെ ഏതൊക്കെ രീതിയിലാണ് ഇന്ത്യയിൽ ഉണ്ടാകുന്ന പ്രതിഷേധങ്ങൾ? ലോകവ്യാപകമായി പുരോഗമന ശക്തികളും അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് ജനകീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവരുമൊക്കെ ഇപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. അമേരിക്കൻ സാമ്രാജ്യശക്തി വെനിസൂലയിലെ പ്രസിഡന്റിനെയും അദ്ദേഹത്തിൻ്റെ പത്നിയെയും കിടപ്പുമുറിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയ നൃശംസതയ്ക്കെതിരായി ലോകവ്യാപകമായി പ്രതിഷേധമുയരുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇതുവരെ ഏതാണ്ട് 2 കോടിയിലധികം ആളുകളെയാണ് അമേരിക്ക കൊന്നൊടുക്കിയിട്ടുള്ളത് വിവിധ രാജ്യങ്ങളിലായി. കംബോഡിയ, വിയറ്റ്നാം, ലാവോസ് തുടങ്ങിയ 3 രാജ്യങ്ങളിൽ മാത്രമായി ഏതാണ്ട് 50 ലക്ഷത്തിലേറെ ആളുകളെ കൊന്നുകഴിഞ്ഞു. പാലസ്തീനിൽ മാത്രം, ഗാസയിൽ മാത്രം 10,000-ലധികം പിഞ്ചു കുഞ്ഞുങ്ങളെയാണ് അമേരിക്ക ഇതിനകം കൊന്നൊടുക്കിയിരിക്കുന്നത്. ഇപ്രകാരം ഒരു പരമാധികാര രാജ്യത്തിനുമേൽ ഒരു മിലിറ്ററി അറ്റാക്ക് നടത്തുവാൻ അമേരിക്കയ്ക്ക് എന്താണ് അധികാരമുള്ളത്? എന്തുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത്? സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായി ഉയർന്നു വരുന്ന സോഷ്യലിസ്റ്റ് ജനകീയ പ്രസ്ഥാനത്തെ പൂർണ്ണമായി ഇല്ലാതെയാക്കുവാൻ, വിശേഷിച്ചും ലാറ്റിൻ അമേരിക്കയിൽ വിവിധ രാജ്യങ്ങൾ ഉയർന്നു വരുന്ന ഈ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, ക്യൂബ, വെനിസൂല, ബൊളീവിയ, പെറു തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ ഉയർന്നു വന്നിട്ടുള്ള ഈ സോഷ്യലിസ്റ്റ് ജനകീയ പ്രസ്ഥാനങ്ങൾ ഇല്ലായ്മ ചെയ്യുവാനുള്ള സാമ്രാജ്യ ശക്തിയുടെ നീക്കവും അതുപോലെ തന്നെ വെനിസ്വേലയിലെ എണ്ണക്കനികൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഈ നീക്കത്തിനെതിരായിട്ടുള്ള വ്യാപകമായ പ്രതിഷേധ ലോകമെമ്പാടും അലയടിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇടതു പാർട്ടികൾ ഡൽഹിയിലും ഇപ്രകാരം പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇടതു പാർട്ടികൾ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള വലിയ പ്രതിഷേധമുഖം തുറക്കുന്നു. ഉറപ്പായിട്ടും വരും ദിവസങ്ങളിൽ ഈ പ്രതിഷേധം ശക്തമാക്കുമെന്ന് മാത്രമല്ല, ഇക്കാര്യത്തിൽ ഇന്ത്യ മൗനം വെടിയണം. ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളോട് സംയമനം പാലിക്കണമെന്നോ രക്ഷപ്രാപിക്കണമെന്നോ പറയുന്നതോടുകൂടി ഇന്ത്യയുടെ ഉത്തരവാദിത്തം അവസാനിക്കുന്നില്ല. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമെന്ന് അഭിമാനം കൊള്ളുന്ന ഇന്ത്യ ഇക്കാര്യത്തിൽ പൊരുതുന്ന വെനിസ്വേലയിലെ ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളത് അവരുടെ കടമയാണ്. ആ കടമ മറക്കാതെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇക്കാര്യത്തിൽ ഇടപെടണം. അതുപോലെ തന്നെ ഇപ്രകാരമുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും അമേരിക്കയുടെ ഈ സാമ്രാജ്യത്വ ഈ അധിനിവേശത്തിനെതിരായി പ്രയോഗിക്കുകയും വെനിസൂലയിലെ പ്രസിഡന്റിനെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കുകയും വെനിസൂലയിൽ സമാധാനവും ശാന്തിയും പുനഃസ്ഥാപിക്കുവാൻ കഴിയുന്ന ഇടപെടൽ നടത്തുവാൻ ഇന്ത്യ തയ്യാറാകണമെന്നും ആവശ്യപ്പെടുകയാണ്. എന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ലോകമെമ്പാടും ഉയരുന്നത്. പ്രത്യേകിച്ച് ഡൽഹിയിൽ ഇപ്പോൾ നടക്കുന്ന പ്രതിഷേധത്തിൽ ഇടതു പാർട്ടികളോടൊപ്പം തന്നെ വിവിധ വിദ്യാർത്ഥി സംഘടനകളും ഇടത് വിദ്യാർത്ഥി സംഘടനകളും വലിയ പ്രതിഷേധ മുഖവുമായി എത്തിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ ഉയരാൻ തന്നെയാണ് സാധ്യത. സ്വാഭാവികമായിട്ടും ലോകത്തെ നടുക്കിയ ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. വെനിസ്വേലയുടെ പ്രസിഡന്റിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും അനധികൃതമായി രാജ്യത്തേക്ക് അമേരിക്കൻ പട്ടാളം കടന്നു കയറി അവരെ അവിടെ ഒന്ന് പിടിച്ചുകൊണ്ടുപോയി വിചാരണ ചെയ്യാൻ വേണ്ടിയുള്ള അമേരിക്കയുടെ നീക്കത്തിനെതിരെ വലിയ തോതിലാണ് ഡൽഹിയിൽ ഇടതു പാർട്ടികൾ പ്രതിഷേധിക്കുന്നത്. CPI, CPIയും ഫോർവേഡ് ബ്ലോക്ക്, അതോടൊപ്പം തന്നെ ഇടത് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ അടക്കമുള്ള വിവിധ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുൻപോട്ട് വരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വരും ദിവസങ്ങളിലും പ്രതിഷേധങ്ങൾ ഉണ്ടാവാൻ തന്നെയാണ് സാധ്യത. പ്രത്യേകിച്ച് ഇന്ത്യ ഇതിനൊപ്പം നിൽക്കണമെന്നുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇപ്പോൾ ഈ ഇടതു പാർട്ടികൾ മുൻപോട്ട് വെക്കുന്നത്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മതേതര വിശ്വാസികൾ, ജനാധിപത്യ വിശ്വാസികളെല്ലാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള നിലപാട് അറിയിക്കണമെന്നും ഇതിൽ കൃത്യമായിട്ട് രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് മേൽ മറ്റൊരു രാജ്യം കടന്നു കയറുന്നത് അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കണമെന്നുമാണ് ഇന്ത്യ ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മോട് വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്ത് നിന്ന് വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ അടക്കം ഇപ്പോൾ പ്രതികരിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ നമ്മുടെ വിദ്യാർത്ഥി സംഘടന ഭാഗത്തു നിന്നുള്ള അവർ നമ്മോട് പ്രതികരിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ ഒരു ആവശ്യം? എന്നാണ് ഈ പ്രശ്നം? നമ്മുടെ ആവശ്യം ഒരു ആൻറ്റി ഇമ്പീരിയലിസ്റ്റ് അഗൈൻസ്റ്റ് ഇമ്പീരിയലിസം ഒരു പ്രൊട്ടസ്റ്റ് ആണിത്. ഇപ്പോൾ ഇന്നലെ ഇത് നടന്നത് ഒരു ഒറ്റയ്ക്ക് വൺ ഓഫ് ഇൻസിഡൻറ്റ് അല്ല. ലാറ്റിൻ അമേരിക്കയിലെ എല്ലാ രാജ്യങ്ങളും, അത് ബൊളീവിയ ആയിക്കോട്ടെ, ക്യൂബ ആയിക്കോട്ടെ, പെരു ആയിക്കോട്ടെ, ഹോണ്ടുറസ് ആയിക്കോട്ടെ, എൽ സാൽവഡോർ ആയിക്കോട്ടെ, ഒന്നിലധികം തവണ അവിടെ ഒരു റൈറ്റ് വിങ് കൂപ്പ് നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് വെനസ്വേലയിൽ ഇന്നലെ നടന്ന അറ്റാക്കും. ഒരു ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ആയിട്ടുള്ള പ്രസിഡന്റിനെ നാർക്കോട്ടിക്സ് പോലുള്ള ചാർജസും ആംസ് പൊസഷൻ പോലുള്ള ചാർജസും ട്രംപ് ചാർത്തിയിട്ട് അവിടുത്തെ ഒരു പ്രസിഡന്റിനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു ആൻറ്റി ഇമ്പീരിയൽ സ്ട്രഗിൾ, ആ ഒരു ആൻറ്റി കൊളോണിയൽ ലെഗസി ഓൾവേസ്
ഇന്ത്യയുടെ ഒരു പാർട്ടായിരുന്നു, ഹിസ്റ്റോറിക്കൽ ലെഗസിയുടെ പാർട്ടാണ്. അപ്പോൾ ഒരു ആൻറ്റി കൊളോണിയൽ ആൻറ്റി ഇമ്പീരിയലിസ്റ്റ് സ്ട്രഗിളിൻ്റെ അഗേൻസ്റ്റ് ആണ്, ഇൻ സോളിഡാരിറ്റി വിത്ത് റെസിസ്റ്റിംഗ് പീപ്പിൾ ഓഫ് വെനസ്വേല. അത് തന്നെയാണ് അമേരിക്കയുടെ സാമ്രാജ്യത്വ നയങ്ങൾക്കെതിരെ അല്ലെങ്കിൽ മുതലാളിത്ത ലോക പോലീസിംഗ് നയത്തിനെതിരെ ലോകമെമ്പാടും വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ ഇടതു പാർട്ടികളും ഇടതു വിദ്യാർത്ഥി സംഘടനകളും വലിയ പ്രതിഷേധവുമായി ജന്തർ മന്ദർ